ഡാർക്ക് വെബ് ഈയൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്നതെന്താ? ശരിയാണ് അല്ലേ? നമ്മൾ സിനിമയിലും വാർത്തയിലുമൊക്കെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു ചിത്രത്തിന്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എന്താണ് ഈ ഡാർക്ക് വെബ് ശരിക്കും? പിന്നെ എങ്ങനെ നമുക്ക് ഇത് ആർക്കും ഒരു ദോഷവും വരുത്താതെ സേഫായിട്ട് ഒന്ന് കേറി നോക്കാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. ആദ്യം നമ്മൾ ഇന്റർനെറ്റിന്റെ ഈ 3 ലെയറുകളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കും. പിന്നെ ടോർ ബ്രൗസർ തൊട്ട് ടെയിൽസോയ്സ് വരെ ഉപയോഗിച്ച് എങ്ങനെ സേഫായിട്ട് ആക്സസ് ചെയ്യാമെന്ന് നോക്കും. അവസാനം അവിടെ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളും. ഡാർക്ക് വെബിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ദിവസം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റില്ലേ, അതിന് ശരിക്കും എത്ര തട്ടുകളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് സർഫസ് വെബ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ദിവസവും ഉപയോഗിക്കുന്ന യൂട്യൂബും റെഡിറ്റുമൊക്കെയില്ലേ, അതൊക്കെയാണ് സംഭവം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന എന്തു കാര്യവും ഈ സർഫസ് വെബിന്റെ ഭാഗമാണ്. അടുത്തത് ഡീപ്പ് വെബ്. ആ പേര് കേട്ട് പേടിക്കാനൊന്നുമില്ല. സത്യത്തിൽ നമ്മളെല്ലാവരും ദിവസവും ഇത് ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണല്ലേ? നമ്മുടെയൊക്കെ ജിമെയിൽ ഇൻബോക്സ്, ഗൂഗിൾ ഡ്രൈവിലെ ഫയലുകൾ, ഓൺലൈൻ ബാങ്കിംഗ്, ഇതൊക്കെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തതല്ലേ? ഇതൊക്കെയാണ് ഡീപ്പ് വെബ്. അവസാനത്തേതാണ് ഡാർക്ക് വെബ്. ഇതാണ് ആള്. സാധാരണ .com അല്ല, .onion എന്നവസാനിക്കുന്ന വെബ്സൈറ്റുകളാണിവിടെ. സാധാരണ ബ്രൗസർ വെച്ച് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ ടൂൾസ് തന്നെ വേണം. പിന്നെ ഇത് മുഴുവൻ മോശം കാര്യങ്ങൾക്കാണെന്ന് കരുതരുത് കേട്ടോ. മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, പിന്നെ ഗവൺമെന്റ് സെൻസർഷിപ്പുള്ള രാജ്യങ്ങളിലെ ആളുകളൊക്കെ സേഫായിട്ട് വിവരങ്ങൾ കൈമാറാൻ ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ക്ലിയർ ആയില്ലേ? സർഫേസ് വെബ് എന്ന് പറയുന്നത് ആർക്കും കയറി ചെല്ലാവുന്ന ഒരു പബ്ലിക് സ്ഥലമാണ്. ഡീപ്പ് വെബിലേക്ക് കയറാൻ ഒരു ലോഗിൻ മതി. പക്ഷേ ഡാർക്ക് വെബിലേക്ക് കടക്കണമെങ്കിൽ ടോർ പോലത്തെ സ്പെഷ്യൽ ടൂളുകൾ തന്നെ വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാർക്ക് വെബിലേക്കൊന്ന് കയറി നോക്കുക? നമുക്ക് ഏറ്റവും ബേസിക്കായ വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണ് ടോർ ബ്രൗസർ. ഈ ടോർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ പ്രൈവസി ടണൽ സിസ്റ്റം പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ഐഡന്റിറ്റിയൊക്കെ മറച്ചുവെച്ച് ഇന്റർനെറ്റിലൂടെ സഞ്ചരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഈ ടണലിലേക്ക് കടക്കാനുള്ള ഒരു വാതിലാണ് ടോർ ബ്രൗസർ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നേരെ torproject.org/download എന്ന സൈറ്റിലേക്ക് പോവുക. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ, വിൻഡോസോ മാക്കോ ലിനക്സോ, അത് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാളർ റൺ ചെയ്യുക. കഴിഞ്ഞു. ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കണക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡ് എടുക്കും. നിങ്ങൾ ശരിക്കും കണക്റ്റ് ആയോ എന്നറിയാൻ അഡ്രസ് ബാറിൽ check.torproject.org എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അവിടെ കൺഗ്രാറ്റുലേഷൻസ് എന്ന് കണ്ടാൽ സംഭവം ഓക്കെയാണ്, നിങ്ങൾ ടോർ നെറ്റ്വർക്കിലാണ്. അപ്പോൾ ടോർ ബ്രൗസർ ഉപയോഗിച്ചാൽ നമ്മുടെ ബ്രൗസിംഗ് അജ്ഞാതമായി. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാം സേഫായോ? യഥാർത്ഥ അനോണിമിറ്റിക്ക് ഇത് മാത്രം മതിയോ? ഉത്തരം ഒരുപക്ഷെ പോരാ എന്നായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പ്രൈവസി വേണമെന്നുള്ളവർക്ക് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അതാണ് ടെയിൽസോയസ്. എന്തിനാണ് ഈ ടെയിൽസ്? കാരണം നിങ്ങൾ ടോർ ബ്രൗസർ മാത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രൗസിംഗ് ആക്ടിവിറ്റി മാത്രമേ മറയ്ക്കുന്നുള്ളൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസോ മാക്കോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫുട്പ്രിന്റ് അഥവാ തെളിവ് അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കാം. അപ്പോൾ വ്യത്യാസം ഇതാണ്. ടോർ ബ്രൗസർ മാത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രൗസർ ട്രാഫിക് മാത്രമാണ് അജ്ഞാതമാകുന്നത്. പക്ഷേ ടെയിൽസ് OS ആണെങ്കിൽ നിങ്ങളുടെ ആ കമ്പ്യൂട്ടർ സെഷനിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇന്റർനെറ്റ് ട്രാഫിക്കും ടോറിലൂടെയാണ് പോകുന്നത്. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതോടെ അവിടെ ഒരു തെളിവും ബാക്കിയുണ്ടാവില്ല. എല്ലാം ക്ലീൻ. അപ്പോൾ ഈ ടെയിൽസോയ്സ് എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് ഒരു USB സ്റ്റിക്ക് ഉപയോഗിച്ച് ഇത് റെഡിയാക്കിയെടുക്കാം. ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്: ഈ പ്രോസസ്സ് നിങ്ങളുടെ USB സ്റ്റിക്കിലുള്ള എല്ലാ ഡേറ്റയും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഫയലുകളുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ വേറെ എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്തു വെക്കണം. മറക്കരുത്. ഓക്കെ, സ്റ്റെപ്പുകൾ സിമ്പിളാണ്. ആദ്യം ടെയിൽസ് നെറ്റ് എന്ന സൈറ്റിൽ പോയി ടെയിൽസ് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത് ബലീന എച്ചർ എന്നൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഇനി എച്ചർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ടെയിൽസ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ USB സ്റ്റിക്ക് ടാർഗറ്റായിട്ട് കൊടുക്കുക. അവസാനം ഫ്ലാഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയുള്ളൂ, നിങ്ങളുടെ ടെയിൽസ് USB റെഡി. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഏറ്റവും സേഫായൊരു സെറ്റപ്പ് ഉണ്ട്. ഇനി ബ്രൗസ് ചെയ്യുന്നതിന് മുൻപ് അവസാനമായി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ടോർ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 സെക്യൂരിറ്റി ലെവലുകൾ കാണാം: സ്റ്റാൻഡേർഡ്, സേഫർ, പിന്നെ സേഫസ്റ്റ്. സേഫസ്റ്റ് ഓപ്ഷൻ ഏറ്റവും സുരക്ഷിതമാണെങ്കിലും പല വെബ്സൈറ്റുകളും ചിലപ്പോൾ ബ്രേക്ക് ആവും. അതുകൊണ്ട് ഒരു നല്ല ബാലൻസിന് സേഫർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അത്യാവശ്യം സുരക്ഷയും കിട്ടും, സൈറ്റുകൾ ശരിക്കും വർക്കും ചെയ്യും. ശരി, എല്ലാം സെറ്റായി. ഇനി എവിടെ പോയി ഈ ഓണിയൻ സൈറ്റുകളൊക്കെ കണ്ടുപിടിക്കും? ഗൂഗിളിൽ തിരഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. അതിനായി ആമിയ പോലെയുള്ള പ്രത്യേക സെർച്ച് എഞ്ചിനുകളുണ്ട്. അല്ലെങ്കിൽ റെഡിറ്റിലെ r/onion പോലുള്ള കമ്മ്യൂണിറ്റികളിൽ പോയി നോക്കാം. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ ഓണിയൻ അഡ്രസ്സുകൾ ഭയങ്കര നീണ്ടതും കോംപ്ലിക്കേറ്റഡുമായിരിക്കും. തെറ്റായ ഫിഷിംഗ് സൈറ്റുകളിൽ കയറാതിരിക്കാൻ കിട്ടുന്ന അഡ്രസ്സ് ശരിയാണോ എന്ന് എപ്പോഴും ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഡാർക്ക് വെബിൽ കയറുമ്പോൾ നമ്മൾ തീർച്ചയായും പാലിച്ചിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഇതൊരു ഗോൾഡൻ റൂൾ പോലെ കണ്ടോളൂ. ഒന്നാമത്തേത്, നിങ്ങളുടെ യഥാർത്ഥ പേര്, ഇമെയിൽ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വിവരവും അവിടെ ഉപയോഗിക്കരുത്. രണ്ടാമത്, വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്തുനിന്നും ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യരുത്. അത് വളരെ അപകടകരമാണ്. മൂന്നാമത്തേത്, ടോർ ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടുകളായ ജിമെയിലിലോ ഫേസ്ബുക്കിലോ ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ, എപ്പോഴും സ്മാർട്ടായിരിക്കുക, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമല്ല. സാധാരണ ഇന്റർനെറ്റ് പോലെ തന്നെ നല്ലതും ചീത്തയുമുണ്ട്. നിങ്ങൾ അവിടെ എന്തു ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് ഒരു ടൂൾ പോലെയാണ്. അത് എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.